ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ ഒരു പവർ സപ്ലൈ ആണ്. 12 വോൾട്ട് 5 ആമ്പിയർ ഉള്ളൊരു പവർ സപ്ലൈ ആണ്. നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. LED ബ്ലിങ്ക് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. പ്രോപ്പറായിട്ടുള്ള വോൾട്ടേജ് ഇവിടെ വരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സപ്ലൈ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. LED ബ്ലിങ്ക് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. നിലവിൽ ബൾബ് കത്തുന്നില്ല. മീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വോൾട്ടേജ് നിലവിൽ വേരിയേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നിലവിൽ 2 കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് മെയിൻ ഫിൽറ്റർ ഇതുവരെ ഡിസ്ചാർജ് ആയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ബൾബ് കത്തുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വോൾട്ടേജ് ഡിസ്ചാർജ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അല്ല അതിൻ്റെ ബാക്കിൽ പിടിച്ച് കഴിഞ്ഞാൽ അടി കിട്ടും. ഇപ്പോൾ കംപ്ലീറ്റ് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ടുള്ള കപ്പാസിറ്റർ 2 പറിച്ചെടുക്കണം. ഇതിനകത്ത് കംപ്ലൈൻ്റ് ആക്കുന്ന കപ്പാസിറ്റർ ഒരെണ്ണം 1000 UF 16 വോൾട്ടും ഒരെണ്ണം 2200 16 വോൾട്ടാണ് കംപ്ലൈൻ്റ് അയക്കുന്നത്. അപ്പോൾ 2 കപ്പാസിറ്റർ മാറ്റിയിടണം. 2 കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം.
കപ്പാസിറ്റർ 2 മാറ്റിയിട്ടുണ്ട്. ഞാൻ രണ്ടും 1025, ഒരെണ്ണം 1025, ഒരെണ്ണം 2225 ഇട്ടത്. ഇതിനകത്ത് 1016, 2216 കിടന്നത്. അപ്പോൾ എന്തായാലും സപ്ലൈ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിലവിലിപ്പോൾ കറക്റ്റായിട്ട് LED വർക്ക് ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് കൂടി ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പവർ സപ്ലൈ. നിലവിൽ 2 ഫിൽറ്റർ കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.